വഴിവിട്ട സാമ്പത്തിക ഇടപാട് ആരോപണങ്ങളും വിഭാഗീയതയും ഒഴിയാതെ കോഴിക്കോട്ടെ സിപിഐഎം. റിയൽ എസ്റ്റേറ്റ് ബന്ധവും പരസ്പര ആരോപണങ്ങളും കോഴിക്കോട്ടെ പാർട്ടിക്കുള്ളിൽ കീറാമുട്ടിയായി തുടരുന്നതിനിടയിലാണ് PSC കോഴ വിവാദവും തലവേദനയാകുന്നത്. PSC നിയമനത്തിന് കോഴ വാങ്ങിയെന്ന് പാർട്ടിക്ക് ആഴ്ചകൾക്ക് മുൻപേ തന്നെ പരാതി ലഭിച്ചിരുന്നു. എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി വൈകിയതോടെ പരാതിയുടെ വിവരങ്ങൾ പുറത്തായി. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത തന്നെയാണ് പരാതി വിവാദമാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേര് വലിച്ചിഴച്ചതും ഇതിന്റെ ഭാഗം തന്നെ. കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് കോക്കസ് പ്രവർത്തിക്കുന്നുവെന്ന പരാതി അങ്ങനെ ചർച്ചയായി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി തുടരുന്ന പടലപ്പിണക്കത്തിന്റെ തുടർച്ച കൂടിയാണ് നിലവിലെ വിവാദം. നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം പാരവയ്ക്കുന്നതും പാർട്ടിക്കുള്ളിൽ കല്ലുകടിയായി തുടരുകയാണ്. ഒരു വർഷം മുൻപാണ് തിരുവമ്പാടി മുൻ MLA-യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന ജോർജ് M. തോമസിനെ CPIM-ൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. സാമ്പത്തിക ക്രമക്കേട്, അച്ചടക്ക ലംഘനം തുടങ്ങിയവ കണക്കിലെടുത്തായിരുന്നു നടപടി. ഇദ്ദേഹത്തിന്റെ ക്വാറി മാഫിയ പങ്കും പ്രാദേശിക തലത്തിൽ ചർച്ചയായി. ഇതിനിടയിൽ ജോർജ് M. തോമസിനെ തിരിച്ചെടുക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തിയെങ്കിലും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് വിലക്കി. നഗരസഭാ ഭരണത്തിൽ നിന്ന് നേതാവിനെ മാറ്റാനും ഇതിനിടയിൽ ശ്രമം നടന്നു. റിയൽ എസ്റ്റേറ്റ്, ക്വാറി ഇടപാടിൽ സഖാക്കളുടെ പേരുകൾ ഉയർന്നുവരുന്നതും പാർട്ടിക്ക് തലവേദനയാണ്. കോഴിക്കോട് ബീച്ചിലെ സർക്കാർ കെട്ടിടം കുറഞ്ഞ വിലയ്ക്ക് വ്യവസായിക്ക് വാടക നൽകാനുള്ള നീക്കവും വിവാദമായിരുന്നു. ഒരു വിഭാഗം എതിർപ്പറിയിച്ചതാണ് കാരണം. തെറ്റുതിരുത്തുമെന്ന് പാർട്ടി നേതൃത്വം ആവർത്തിക്കുമ്പോഴും നേതാക്കൾ ഉൾപ്പെടുന്ന വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മാത്രം കുറവില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.